ഗുരുവായൂർ ഒന്ന് പോയി ഒരു ദിവസം നിന്ന് തൊഴണം എന്നൊരു മോഹം കുറച്ച് ദിവസമായിട്ടുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിന് ഒരവസരം കിട്ടി, വ്യാഴാഴ്ച. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വ്യാഴാഴ്ച പോകണം. അപ്പം അങ്ങനെ വെച്ചാൽ വെള്ളിയാഴ്ചയും കൂടി നിന്ന് ഇന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എത്താം എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഒക്കെ അവിടെ മുറിയൊക്കെ ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് തൊഴുത് വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗുരുവായൂർക്ക്. ഇന്നലെയാണ് ഗുരുവായൂർ. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോഴാണ് എനിക്ക് ഓർമ്മ, അയ്യോ വ്യാഴാഴ്ച നാമജപം. അപ്പം സാരല്ല, നാമജപം വ്യാഴാഴ്ച അവിടെ നടന്നോളൂല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് അറിയണേ വെള്ളിയാഴ്ച തിരുവോണോട്ട്. അത് മുടക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം എത്രയോ വർഷങ്ങളായിട്ട് കൊതിച്ചാണ് ഭഗവാൻ ഇങ്ങനൊരു സത്സംഗം ഇവിടെ തന്നത്. ആരൊക്കെ അതിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ഇവിടെ സാധിക്കുന്നത് പോലെ ഭഗവാന് ഒരു സമർപ്പണം പോലെയാണ് ഇവിടെ ഞാൻ നാമം ജപിച്ച്. വേറെ ഒന്നിനും വേണ്ടിയല്ല, നമുക്ക് ഭഗവാന് ചെയ്യാവുന്നൊരു സമർപ്പണം. യാതൊരു ധനച്ചെലവും ഇല്ലാണ്ട്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അവനവന് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമർപ്പണമാണ് നാമജപം. അപ്പോൾ ആ നാമജപം സത്സംഗം ഇപ്പോൾ ശ്രീകൃഷ്ണ കഥാമൃതം പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് തവണയായിട്ട് ഇപ്പോൾ ഇവിടെ തിരുവോണൂട്ടിന് ഏതെങ്കിലും ഒരു ഭാഗം ഇതിൽ എടുത്ത് വായിക്കലുണ്ട്. അപ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുക, വേറെ ഒന്നുമില്ല, മനസ്സറിഞ്ഞ ഒരു പ്രേമസമർപ്പണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങോട്ട് പോരുകയുണ്ടായി. അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വരണം എന്ന് വിചാരിച്ചാൽ അത് മുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓടി വന്നത്. ആ ഗുരുവായൂരത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ പറയാൻ വയ്യാത്തൊരനുഭവമാണ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല അവിടുന്ന് അനുഭവിക്കാൻ സാധിച്ചത്. എൻ്റെ കൂടെ വേറെ 2 പേര്, ശോഭന ഇവിടെ വരാറുള്ള ആ കുട്ടി. അപ്പം ഞാൻ അങ്ങനെ ഗുരുവായൂർ പോകണ്ടപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരുള്ളൊരു കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 3 ആളും 3 വഴിക്കാണ് വന്നത് എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ടാണ് ഒത്തുചേർന്നത്. അപ്പം ഞാൻ നേരത്തെ അവിടെ എത്തി. അപ്പോൾ മുറി ഉണ്ട് എന്ന് പറഞ്ഞിടത്ത് ചെന്ന് മുറിയിൽ ബാഗൊക്കെ വയ്ക്കാൻ പോയപ്പോൾ അവിടെ ഭാഗവതാചാര്യന്മാരെല്ലാവരും ഉണ്ട്. അവിടെ 12 ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് ഭാഗവതം വായിച്ച് സമർപ്പിക്കുക സപ്താഹമായിട്ട്. അങ്ങനെയുള്ള ഒരു അതിനും കൂടി പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നു. അപ്പോൾ അവിടെ അങ്ങോട്ട് കയറിയ ഉടനെ ചോദിച്ചു, എന്നാൽ പോവുകയല്ലേ, 8 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞു. ശരി പോവുക. അവർ പറഞ്ഞ ഭഗവാൻ ചോദിക്കണ പോലെ തന്നെയല്ലേ, പിന്നെ അപ്പീലൊന്നുമില്ല, നേരെ പോയി. അപ്പോൾ അത് 12 ശരിക്കും ഒരു 11:15 വരെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇന്നലെ സമർപ്പണമായിരുന്നു. അപ്പോൾ സംഗ്രഹം വായിക്കാനും എല്ലാ അനുഗ്രഹങ്ങളും ധാരാളം ആചാര്യന്മാരെ കണ്ട് മനസ്സുകൊണ്ടെങ്കിലും എല്ലാവരെയും നമസ്കരിക്കാനൊക്കെയുള്ള അവസരം കിട്ടി. അങ്ങനെ ആ ദ്വാദശ, അതായത് അവസാന ദിവസത്തിലെ ആ ഏകാദശ ഗ്രന്ഥത്തിലെ ഒരു സംഗ്രഹ അധ്യായമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഭാഗവതം മുഴുവൻ കേട്ട ഫലം എന്നതിലൊരു ഫലശ്രുതി പറയും. മുഴുവൻ കേൾക്കാൻ, അതായത് അത് മാത്രം വന്ന് കേട്ടോണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഭാഗവത സപ്താഹം കേൾക്കുകയാണ്. അപ്പോൾ ചില ഭാഗങ്ങൾ എന്തെങ്കിലും കാരണവശാൽ വരാൻ നേരം വൈകുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ പറ്റിയില്ല, എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു, അല്ലെങ്കിൽ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അമ്പലത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോണ്ടി വന്നു. അത് അങ്ങനെയുണ്ട്. പിന്നെ ഈ അമ്പലത്തിൽ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഓടി നടക്കണവർക്കൊന്നും ഇവിടെ ഇരുന്ന് സപ്താഹം കേൾക്കാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക്, ബാക്കിയുള്ളതിനൊക്കെ അവർ സഹകരിച്ചു, സപ്താഹം കേൾക്കാൻ അവരൊന്നും പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ സംഗ്രഹം. അപ്പോൾ ആ സമയത്ത് ആചാര്യന്മാർ പറയും, നിങ്ങളെല്ലാവരും എല്ലാ ജോലികളും നിർത്തിവെച്ച് ഈ ഒരു അധ്യായം വായിക്കുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ്. എല്ലാ സപ്താഹങ്ങൾക്കും പതിവുള്ളതാണ്. കഴിഞ്ഞ തവണയും നമ്മുടെ അവിടെ അങ്ങനെ ഉണ്ടായെന്ന് തോന്നുന്നു. എല്ലാവരെയും വിളിച്ച് അവിടെ ഇരുത്തിയിട്ടാണ് അത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശ്രവണത്തിനാണ് ഏറ്റവും ഭാഗവതത്തിൽ പ്രാധാന്യം. ശ്രവിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്വമാണ്. കേട്ടാൽ മാത്രമേ മഹത്വം അറിയുള്ളൂ. അപ്പോൾ കേട്ടിട്ടാണ് ബാക്കിയുള്ളതൊക്കെ. ആ കേൾവിയിൽ നിന്നാണ് എല്ലാം. സജ്ജനങ്ങളായിട്ട് കണ്ടുമുട്ടുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമം ജപിക്കുക,
ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഈശ്വര പൂജ. അപ്പോൾ അത് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കേൾക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള ഭാഗ്യമായി എല്ലാവർക്കും. എല്ലാം ഭാഗ്യത്തോടു കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് 11:15 തൊട്ടിട്ട് ക്യൂ നിന്ന് 2:15 അത്രയും നീണ്ട ക്യൂ ആയിരുന്നു. 2:15 അകത്ത് കിടന്ന് തൊഴുതപ്പോഴൊക്കെ. അപ്പോൾ വേണച്ചാൽ അവിടുന്ന് ആരെങ്കിലുമൊക്കെ പരിചയമുള്ളവരെ കണ്ടാൽ അവിടുന്ന് എഴുതി മേടിച്ച് കടലാസ് എഴുതി തരും. അപ്പോൾ ഉടക്കെ നടക്കൂടെ കിടക്കാം. അപ്പോൾ നാമജപമൊക്കെ കഷ്ടിയാവും. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിൽക്കാണ്ട് ക്യൂ നിന്നിട്ട് തന്നെ അപ്പം അത്രയും സമയം ഹരേരാമ ജപിക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഭഗവാനെ കടന്ന് ആ ഇടനാഴി അങ്ങോട്ട് കടന്ന സമയത്ത് അത്യത്ഭുതമായിട്ടുള്ള ഒരു ലീലയാണ് ഭഗവാൻ അവിടെ ചെയ്തത്. കാരണം ഇത്ര കാലം ഗുരുവായൂർക്ക് പോയിട്ട് ഇങ്ങനൊരു അനുഭവമില്ല. നമുക്ക് ആ ഉള്ളിൽ ചന്ദനച്ചാർത്ത് കാണണമെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് നോക്കി സൂക്ഷിച്ച് നോക്കി അകലെയാണ് നമുക്ക് അത്ര പെട്ടെന്ന് കാണാൻ കഴിഞ്ഞെന്ന് വരെ. ഇതുണ്ടല്ലോ, ഞാൻ ചോദിക്കുക എന്താ ഈ വിഗ്രഹം ഉമ്മർപ്പടിയുമ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്, അത്രയും അടുത്തേക്ക് ഭഗവാൻ ഇങ്ങോട്ട് നീങ്ങിയിരിക്കണ പോലെ, അത്ര വലുതായിട്ട് വിഗ്രഹമൊക്കെ വലുതായി പോയ പോലെ, എത്ര ഗംഭീരമായിട്ട്. കണ്ണടയുടെ മഹത്വം കണ്ണട പഴയ കണ്ണട തന്നെയാണ്. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് വലുതായിട്ട് തോന്നുകയാണോ എന്നുള്ളത്. നമ്മുടെ മുമ്പിലൊരു വലിയൊരു ഇത് കൊണ്ടുവന്ന് വെച്ചാൽ അതിങ്ങനെ അടുത്തേക്ക് തോന്നണ പോലെ അത്ര ഗംഭീരമായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണങ്ങൾ ഓടി വന്ന് ഉമ്മർപ്പടിയുമ വന്നിരുന്നതാണോ എന്നൊക്കെ ചോദിച്ച് അവിടെ തൊഴുത് പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ അവിടെ വാരുടെ അടുത്തുനിന്ന് മാല അവിടെ വാരിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മാല കൊടുത്താൽ അദ്ദേഹം ഒരു മാല തരും, കൈ നനച്ചിട്ട് നമ്മളതിൽ എന്തെങ്കിലും അവിടെ വെച്ച് കൊടുത്താൽ. അപ്പോൾ ആ മാല അവിടെ ഒരു കൃഷ്ണനുണ്ട്, ആ കൃഷ്ണന് ചാർത്താൻ വേണ്ടിയിട്ടാണ് വാങ്ങണേ. അപ്പം അത് ചാർത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് നമ്മളെന്നും നാമമാല ഭഗവാന് സമർപ്പിക്കുന്നുണ്ട് നമ്മളുടെ പ്രേമത്തിൻ്റെ ഇതെന്താ നേരിട്ടിട്ട് ഞങ്ങൾ കുറച്ച് പേര് വന്ന് സമർപ്പിക്കുക കേട്ടോ കണ്ണ എന്ന് പറഞ്ഞ് ഭഗവാൻ ആ മാലയൊക്കെ സമർപ്പിക്കാനൊക്കെ പറ്റി. അത് കഴിഞ്ഞു പുറത്തേക്ക് കടന്നു. അപ്പോൾ നോക്കിയപ്പോൾ 2:30 കഴിഞ്ഞു. ഭക്ഷണം ഒക്കെ പ്രസാദൂട്ടൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് അവിടെ അടച്ചു. അപ്പോൾ രാവിലെ നേരത്തെ പോയതല്ലേ, സാരല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ 3:30 പിന്നെ സപ്താഹം തുടങ്ങും. അപ്പോൾ ആ 3:30 നേരത്ത് കയറിയില്ല വെച്ചാൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു വിചിത്രമായിട്ടുള്ള മറ്റൊരു ഭാഗ്യം കൂടി ഉണ്ടായി. നിങ്ങളൊക്കെ ഇവിടെയുള്ളവർക്ക് അറിയുമോയെന്നറിയില്ല, ഒരു ആർട്ടിസ്റ്റ് നന്ദൻ പിള്ളയുണ്ട്. അദ്ദേഹം നന്നായി ഭഗവാനെ വരയ്ക്കും. എന്നും അദ്ദേഹം ഭഗവാന്റെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കും. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു സപ്താഹത്തിൻ്റെ ഉദ്ഘാടനമാണ്, ചിന്മയ മിഷൻ്റെ ആയിട്ടുള്ളൊരു സപ്താഹത്തിൻ്റെ, തിരുവനന്തപുരം ചിന്മയ മിഷൻ്റെ. അപ്പോൾ സ്വാമിജിയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ മഹാത്മ്യാണ് അന്ന്. അപ്പോൾ ഉദ്ഘാടനത്തിന് ഇദ്ദേഹത്തിനെ വിളിച്ചേക്കണം. ഇദ്ദേഹം ലൈവായിട്ട് അവിടെ നിന്ന് ചിത്രം വരയ്ക്കും, നമ്മുടെ മുമ്പിൽ വെച്ചിങ്ങനെ വരയ്ക്കും. അത് കാണാൻ പറ്റും എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ എന്നാൽ അത് കാണാൻ വെച്ചിട്ട് ഞങ്ങൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നടക്കലേക്ക് 3-3:30 ആയപ്പോഴേക്കും അവിടെ എത്തി. പക്ഷേ എന്താ ഉണ്ടായി വെച്ചാൽ ഞങ്ങൾ ചെന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് എല്ലാവരും അകത്തേക്ക് കയറി. ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ പലരോടും പറഞ്ഞു, പല വിധത്തിൽ പറഞ്ഞു നോക്കി. പക്ഷെ നിയമം തന്നെയല്ലേ, ഒരാൾക്ക് മാത്രം വ്യത്യാസം പറ്റില്ലല്ലോ. അവസാനം 4:30 തുറക്കുമ്പോൾ കയറാമെന്ന് പറഞ്ഞു. അവിടെയും ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യം. ഇന്നലെ ഗുരുവായൂരപ്പൻ അറിഞ്ഞ് വിളയാടുമായിരുന്നു, അവിടെ മുഴുവനും ഓടി നടക്കാമെന്നൊന്ന് തോന്നി. ആ 4:30 നട തുറന്നിട്ട് കയറി നേരെ ചെന്നപ്പോൾ അവിടെ ഉദ്ഘാടനം തുടങ്ങണുള്ളൂ. ഇദ്ദേഹം പറയണു എങ്ങനെയാണ് ഈ ഗുരുവായൂരപ്പനെ പറ്റിയിട്ട്, ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് എന്നുള്ള അനുഭവം പറയണേ ഉള്ളൂ. ഒരുപാട് സന്തോഷമായി. അത് ആ അവിടെ അത് ആ മഹാത്മ്യം വായിക്കണു. ആ വായിക്കണതിനനുസരിച്ചിട്ട് ഇദ്ദേഹം വരയ്ക്കുകയാണ്. അത് വായിച്ചു കഴിയുമ്പോഴേക്കും ഒരു അധ്യായം വായിച്ചു കഴിയുക, അപ്പോഴേക്കും ഇത് വരച്ച് തീരുക. അങ്ങനെയാണ്, അത്ര പെട്ടെന്നാണ് വരയ്ക്കണത്. എൻ്റെ ഗുരുവായൂരപ്പ, അത് എന്താ പറയുക, നമ്മളുടെ ആ ഭാഗവതം അങ്ങനെ കേൾക്കുമ്പോഴേ ആ ഭാഗവത കൃഷ്ണൻ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രത്യക്ഷ കൃഷ്ണൻ എന്താ അങ്ങനെ തെളിഞ്ഞ് വായന തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ മുമ്പിൽ വരണ പോലെയുള്ള ഒരു അനുഭവം. അത് മനോഹരമായിട്ട് മണിസ്വാമിയാണ് പാരായണം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ പാരായണം തന്നെ നല്ലതായിട്ട് പാരായണം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള പാരായണം കേട്ടു. അതിനുശേഷം
അത്യന്ത സുന്ദരമായിട്ട് സ്വാമിജിയുടെ ഒരു കീർത്തനം ഉണ്ടായിരുന്നു. ആ ഭഗവാന്റെ തിരുവുടൽ എൻ്റെ മുന്നിൽ കാണണം. അപ്പോൾ ഈ സാധാരണഗതിയിൽ അദ്ദേഹം വേഗം വരച്ചു തീർക്കും. അദ്ദേഹത്തിന് എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നി ഇത്രേ. പക്ഷേ ഈ കീർത്തനം അങ്ങോട്ട് പാടലോട് കൂടിയിട്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെ തന്മയീഭാവത്തിൽ വരച്ചു വരിക, ആ തിരുവുടൽ അത്രയും പ്രത്യക്ഷപ്പെടുത്തിയ പോലെയാണ്. അപ്പോൾ ഇന്നലെ രാവിലെ ചെന്നപ്പോൾ തൊട്ട് ഭഗവാനെ ഉള്ളിൽ തൊഴുത് പ്രദക്ഷിണം, പുറത്ത് പ്രദക്ഷിണം, ഉള്ളിൽ തൊഴുതില്ല. ആദ്യം തന്നെ ചെന്ന് പുറത്തേക്കൂടെ ഒരു പ്രദക്ഷിണം വെച്ചിട്ട് ആണ് മുകളിലേക്ക് കയറിപ്പോയത് ഭാഗവതം കേൾക്കാം. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ തൊഴുന്ന സമയത്ത് നമ്മൾ ആദ്യം ഭഗവാൻ ഒരു എലഞ്ഞിമരച്ചോട്ടിലിരുന്ന് കളിക്കുമ്പോഴാണ് മാനവേദന ദർശനം കൊടുത്തതെന്നുള്ളത് പറയണ്ടല്ലോ. അത് അവിടെ അയ്യപ്പസ്വാമിയുടെ ആ സൈഡിൽ നിന്നിട്ട് അവിടെ അകത്തൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ അവിടെ വേദമൊക്കെയാണ് പാരായണം ചെയ്യണത്. ആദ്യം അവിടെ ഭാഗവതം വായിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ്. അപ്പോൾ അവിടെ നോക്കി തൊഴുതപ്പോഴേ തൊട്ടിട്ട് ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ മുഴുവൻ മാനവേദന മയിൽപ്പീലി നൽകിയ മായനെ എനിക്കൊന്ന് കാണണം എന്നുള്ള വരികൾ തന്നെ. അങ്ങനെ വേറെ നാമം ജപിക്കാനൊന്നും തോന്നുന്നില്ല. ഇത് തന്നെ രാവിലെ ആ ഭാഗവതം കേൾക്കുമ്പോഴൊക്കെ ഇത് മനസ്സിങ്ങനെ ഇതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യക്ഷമായിട്ട് അനുഭവമായി ആ വര കണ്ടപ്പോൾ. ആ മായനെ ശരിക്കും, അതോ ഒരു വികൃതിക്കുട്ടൻ, അദ്ദേഹം എല്ലാ തവണയും വരയ്ക്കണ പോലെയൊന്നുമല്ല. കണ്ണുകളിലും ചുണ്ടുകളിലൊക്കെ ഒരു വികൃതിയായിട്ട്, ഒരു അത്രയും വികൃതിക്കുട്ടനായിട്ടാണ് വരച്ചത്. അതൊരു ഗംഭീര അനുഭവമായി. ഗുരുവായൂരപ്പൻ ഇങ്ങനൊരു അനുഭവം തന്നത് പറയാണ്ട് വയ്യ. അത്ര നല്ല ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാമിജിയുടെ മഹാത്മ്യ പ്രഭാഷണം, ശരിക്കും അതൊക്കെയാണ് നമ്മൾ ഭാഗവതത്തിൽ കേൾക്കേണ്ടത്. അത്രയും മഹത്തായിട്ട്, ലളിതമായിട്ട്, ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ നമുക്ക് ആ മഹാത്മ്യം അതും കേൾക്കാനൊക്കെ സാധിച്ചു. അത് സാധിച്ചു കഴിഞ്ഞിട്ടും ഭഗവാന്റെ ആ ഒരു ഭക്തവാത്സല്യം പിന്നെയും ഭക്തവാത്സല്യം നിന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 6 മണിയായി. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഒന്നും കൂടി ക്യൂ നിന്ന് തൊഴാൻ നമുക്ക് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ക്യൂ നിൽക്കാൻ അങ്ങോട്ട് പോവുക. അപ്പോൾ അവിടെ അറിയണൊരു കുട്ടി, അമ്മ അവിടെ നിൽക്കൂ, അമ്മയും കട പോണേ, ക്യൂ നിന്ന് തൊഴാൻ പോകാം മോനെ, അമ്മ അവിടെ നിൽക്കൂ, ഞാൻ ദാ വരണമെന്ന് പറഞ്ഞ് പോയി. ഞങ്ങൾ പറഞ്ഞു ഇല്ല മോനെ, ഞങ്ങൾ ക്യൂ നിന്ന് തൊഴുക. അപ്പോൾ ക്യൂ നിന്ന് തൊഴുമ്പോൾ നാമം ജപിക്കാമല്ലോ. മോനമ്മ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഓടി കഴിഞ്ഞിട്ട് വേഗം ഒരു ടോക്കൺ എടുത്ത്, 3 ആൾക്കുള്ള ടോക്കൺ എടുത്ത് കൊണ്ടുവന്ന് തന്നു. അമ്മ ക്യൂ നിന്നൊന്നും തൊഴണ്ട, അമ്മ ടോക്കൺ എടുത്ത്. ശരിക്കും അപ്പോഴേ ഗുരുവായൂരപ്പൻ തന്നെ നമ്മുടെ അടുത്ത് വന്നിങ്ങനെ പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കാലത്ത് അത്രയും അത്രയും ക്യൂ നിന്നില്ലേ, പിന്നെ ഊണും കഴിച്ചിട്ടില്ല, അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഇനി ക്യൂ നിൽക്കണ്ടെന്ന് ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയില്ല. ആ കുട്ടി ഞങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ വീഡിയോ എടുക്കാൻ വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അകത്ത് പോയി ടോക്കൺ മേടിച്ച് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ പിന്നെ ഞങ്ങളത് ഭഗവാന്റെ അവിടെ വടക്കേ നടക്കോടെ അങ്ങോട്ട് കയറുക ചെയ്യാം. അങ്ങനെ ഉള്ളിൽ കയറി തൊഴുതപ്പോഴും ഇതേ അനുഭവം. ഈ വിഗ്രഹം ഇങ്ങനെ മുന്നിൽ വന്ന് ഇത്തവണ ഞാൻ നല്ലോണം നോക്കി. അപ്പോൾ ഞാൻ ശരിക്കും തൊട്ടടുത്ത് നിൽക്കണ പോലെ, എന്തൊരടുത്താണെന്നറിയോ, തൊട്ടടുത്ത് നിൽക്കണ പോലെ. ഇന്ന് കാലത്ത് തൊഴുതപ്പോഴും അതേ അനുഭവമായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പുറത്തേക്ക് കിടന്നപ്പോൾ മറ്റൊരു പറയും ഇന്നെന്താണാവോ ഭഗവാന്റെ വിഗ്രഹം അതിങ്ങോട്ട് നീക്കി വെച്ച പോലെ തോന്നുകയല്ലേ, എന്തൊരു വലുതായിട്ട് അടുത്ത് തോന്നണേന്ന് കൂടെയുള്ളവരും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും ശരിക്കും അതൊരു വലിയൊരു അനുഭവമായി. അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊന്നും കഴിച്ചില്ലല്ലോ. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു എന്നാൽ വൈകുന്നേരം പ്രസാദോട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഊണ് കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ അമ്പലത്തിൽ തന്നെയുള്ള ദേവസ്വത്തിൻ്റെ ഒരാളാണ്. ആ ആളെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് അവിടെ, പക്ഷേ അങ്ങനെ പരിചയമൊന്നുമില്ല. ഇന്നലെ കണ്ടപ്പോൾ ഭയങ്കര ചിരി ഞങ്ങളെ നോക്കിയിട്ട് അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തിന് ചിരിച്ച സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിനോട് ചെന്ന് പ്രസാദോട്ടുണ്ടോ അവിടെ രാത്രി. പിന്നെ 7:30 തുടങ്ങും, വേഗം പൊക്കോളൂ, ആദ്യം തന്നെ ഞങ്ങളെ കയറിക്കോളൂ, ഞാനും വരാം പിന്നാലെ. ഇന്ന് ഇദ്ദേഹം എന്നും നമ്മളിങ്ങനെ വർത്തമാനം പറയണം അത്രയും ഒരു ഇഷ്ടത്തോടു കൂടി എപ്പോഴും അങ്ങനെ പറയില്ല, അതുപോലെ അദ്ദേഹം അത്രയും വല്ലാത്തൊരു ഇഷ്ടത്തോടു കൂടിയിട്ട്. ഞങ്ങൾ വേഗം പുറത്തേക്ക് കടന്ന് നോക്കിയപ്പോൾ പടിഞ്ഞാറ് നടക്കൂടെ കടന്നത്. അപ്പോൾ പുറത്തേക്ക് കടന്ന് നോക്കിയപ്പോൾ ആ ക്യൂ കുളത്തിൻ്റെ അവിടെ വരെ ഉണ്ട്.
അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോയി ക്യൂ നിൽക്കാൻ വെച്ചിട്ട് പോവുകയാണ്. ക്യൂ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ ഉണ്ട് വേറൊരു കുട്ടി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, അമ്മ എങ്ങടാ പോണേ എന്നൊക്കെ ചോദിച്ചു വർത്തമാനം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവിടെ ക്യൂ നിന്നിട്ട് ഊണ് കഴിക്കാൻ പോവാൻ മോനെ. ക്യൂ നിൽക്കാൻ ഇത്ര ദൂരം അവിടുന്ന് ക്യൂ നിൽക്കണ്ടേ അമ്മേ, ഞാൻ അറിയണവരുണ്ടോയെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ അങ്ങോട്ട് തുറന്നു. കൃത്യം 7:30 അവിടെ തുറന്നു. ഞങ്ങൾ അതിലങ്ങോട്ട് കയറാനായിട്ട് അവിടേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ കയറിക്കോളോ നമ്മളെ കാത്തു നിൽക്കണം. ഞാൻ അങ്ങോട്ട് കയറിപ്പോയി. ഇവർ ആ സെക്യൂരിറ്റിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വേഗം തലയാട്ടി കയറിക്കോളോ എന്നും പറഞ്ഞു. ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞു കൂടെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി. ഞാൻ വരാമെന്ന് പറഞ്ഞത് ആരാന്നും പോയി ഊണ് ആദ്യം തന്നെ കയറിക്കോളോ, വേഗം കയറിക്കോളോ, ആദ്യം തന്നെ പോയി ഉണ്ടോളോ എന്ന് പറഞ്ഞത് ആരാന്ന്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും അനുഭവമായി. ഊണ് കഴിക്കുകയായാലും സുഖമായിട്ട് ഊണ് കഴിച്ചു. എന്നാൽ ഊണ് കഴിച്ച് വന്ന് വീണ്ടും അമ്പലത്തിലേക്ക് വന്ന് അവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു. ഇദ്ദേഹത്തിന് കണ്ട മൈൻഡില്ല നമ്മളെ. അപ്പം ഞാൻ പറയാം, അപ്പം മൈൻഡ് ചെയ്തത് ആ വ്യക്തിയല്ല, ആ വ്യക്തിയുടെ ഉള്ളിലിരുന്ന് ഗുരുവായൂരപ്പനാണ്. കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലല്ലോ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് ഈ പറയണം തന്നെ ആ ഒരു ഉണ്ടാവണം ഇഷ്ടം പോലെ ഗുരുവായൂരപ്പന് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഊണ് കഴിക്കാണ്ട് ഇരിക്കുകയല്ലേ എന്നുള്ളൊരു വാത്സല്യം കൊണ്ട് ശരിക്കും അത്രയും അനുഭവമായിരുന്നു. അതുപോലെ ഇന്ന് രാവിലെ അതെ ക്യൂ നിന്ന് തൊഴുത് 5 മണിയാകുമ്പോൾ അപ്പം ഞങ്ങൾ പോരാൻ നിന്നപ്പോൾ അല്ല തൊഴുതിട്ട് തന്നെ പോരാന്ന് പറഞ്ഞാൽ ഉള്ളിലൊക്കെ കിടക്കുമ്പോൾ മുകളിൽ വരച്ചു വച്ച ആ വികൃതി കുട്ടൻ്റെ ഒരു ഫീലിംഗ്, ഒരു പ്രസൻസ് അവിടെയൊക്കെ ഫീൽ ചെയ്തു. ഓരോ ദിക്കിലും ഇങ്ങനെ തുള്ളിച്ചാടി നടന്ന് കളിക്കണ പോലെ അകത്ത് ചെന്നപ്പോൾ അത്രയും ഭംഗിയിൽ ആ ഭഗവാനെ അവിടെ ഇന്ന് കാലത്ത് അത് അങ്ങനെ കാണാൻ സാധിച്ചു. അതും വലിയൊരു ഭാഗ്യമായി. ആ ഭാഗ്യം കൊണ്ടാണ് ഇവിടേക്ക് ഓടി വന്നത്. ശരിക്കും ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ബോധ്യമായി എന്ന് വരില്ല. അത്രയും അത്ഭുതം അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. ഇത് പറഞ്ഞാൽ ബോധ്യം അവിടെ ധാരാളം പേരുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഇത് പറഞ്ഞതിപ്പോൾ എന്താ അങ്ങനെ തോന്നുകയുള്ളൂ. പക്ഷെ ആ വിഗ്രഹം അത് ഞങ്ങൾക്ക് ഇപ്പോഴും അത്ഭുതം. തൊട്ടടുത്തേക്ക് വന്ന പോലെ എങ്ങനെ ആ ശ്രീലകത്ത് നോക്കിയാൽ ഇത്ര കാലമായിട്ടും കണ്ടിട്ടില്ല. അകലെ തന്നെ കാണുള്ളൂ, അടുത്ത് കാണുമൊന്നുമില്ല. നല്ലോണം സൂക്ഷിച്ച് നോക്കിയാലാണ് നമുക്ക് എന്താ ചന്ദനം ചാർത്തിയേക്കണേന്നൊക്കെ നോക്കുക. ഇത് മുന്നിൽ ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ കണ്ണനെ കാണില്ലേ ഇവിടെ മുല്ലോർലി തേവരെ, അതുപോലെ കണ്ടു. അത്രയും അടുത്ത് കണ്ടു. മുല്ലോർലി തേവരെ തൊട്ടടുത്തല്ലേ കാണുന്നത്, അത്രയും അടുത്ത് ഗുരുവായൂരപ്പനെ. അപ്പോൾ അതും അതെ, കഴിഞ്ഞ തവണ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് പോയപ്പോൾ ഇത്തിരി പാൽപ്പായസത്തിന് വേണ്ടി കൊതിച്ചിട്ട് ഗുരുവായൂരപ്പൻ തന്നില്ല. പിറ്റേ ദിവസം ഇവിടെ വന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഒരു പാത്രം നിറച്ച് നല്ല കഴിഞ്ഞ ആ വ്യാഴാഴ്ച അത്ര നല്ല പാൽപ്പായസമായിരുന്നു. ഞാനൊന്നും ഇവിടുന്ന് മുല്ലോർലി തേവരുടെ അടുത്ത് നിന്ന് ഇത്ര സ്വാദിൽ പാൽപ്പായസം ഇതിന് മുമ്പ് കുടിച്ചിട്ടില്ല. നല്ല ടേസ്റ്റായിരുന്നു കഴിഞ്ഞ അടുത്ത്. അപ്പോൾ ഗുരുവായൂരപ്പൻ അവിടെ ഒന്നും വേണ്ട, ഞാനിവിടെ ഇല്ലേ, ഞാൻ ഇതുതന്നെയാണ്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ നാമം ജപിക്കുന്നതൊക്കെ ഗുരുവായൂരപ്പൻ സന്തോഷിക്കുന്നു, അപ്പോൾ ഇവിടെ തന്നെ തന്നോളാം എന്ന് പറയണ പോലെ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമാണ്. അവിടെ കൊട്ടിയൂർ വച്ച് പോകുന്ന ഭാഗവതം പൂന്താനം മുത്തച്ഛന് ഗുരുവായൂർ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്ത ഭഗവാനാണോ? അപ്പോൾ ഒരു തിരി പാൽപ്പായസം മുല്ലോർലി തേവരുടെ മുമ്പിൽ എത്തിച്ചു തരാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാണ്ടും നമ്മൾക്ക് ശ്രദ്ധിച്ചത് കൊണ്ട് മനസ്സിലായതാണ് കേട്ടോ. ഞാനിത് തമാശ പറയണതല്ല. ഭഗവാന്റെ ആ ഒരു വൈഭവം, മുല്ലോർലി തേവരുടെ ഒരു വൈഭവം നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാവണത്. നാമജപത്തിൻ്റെ ആ ഒരു പുണ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ശ്രദ്ധ വന്നത്. ആ ശ്രദ്ധയില്ലാച്ചാൽ എല്ലാം ബുദ്ധിമുട്ടാണ്. ഇന്നലെ ആ മാഹാത്മ്യം പറയണ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഭാഗവതം എങ്ങനെ കേൾക്കണം എന്നാണ് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാഗവത മാഹാത്മ്യം പറയണത് ഭാഗവതം എങ്ങനെ കേൾക്കണം എന്ന് വെച്ചാൽ പരീക്ഷിത്ത് കേട്ടതുപോലെ കേൾക്കണത്രേ. അങ്ങനെയാണ് അതിൽ പറയുന്നത്. പരീക്ഷിത്ത് എങ്ങനെയാണ് കേട്ടേ? പ്രായോപവേശം ചെയ്തിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ ഊണുമില്ല ഉറക്കവും ഇല്ലാണ്ടാണ് കേട്ടത്. അതായത് പകൽ മുഴുവനും ഇതിരുന്ന് കേൾക്കും, രാത്രി മുഴുവനും മനനം ചെയ്യും, പിന്നെയും കേൾക്കും, ഊണുമില്ല ഉറക്കമില്ല. അപ്പോൾ ഇദ്ദേഹത്തിനോട് ശ്രീ ശുഖബ്രഹ്മർഷിയോട് പറയാണ്, ഈ കഥ പറയൽ നിർത്തരുത്, ഇതാണ് എൻ്റെ ആഹാരം, ഞാനിത് ഭക്ഷിക്കുകയാണ്. ഈ അങ്ങയുടെ വാക്കിൽ നിന്ന് വരുന്ന ഈ കഥാമൃതമാണ് ഞാൻ ഭക്ഷിക്കണത്. അതില്ലാണ്ടായാൽ ചിലപ്പോൾ ഒരു പക്ഷേ ക്ഷീണവും വയ്യായ്ക്ക് തോന്നിയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ സ്വാമിജി പറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനും ആ ഒരു കാര്യം കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും.
അവിടെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് വർത്തമാനം വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ല ഈ പരീക്ഷത്തിന് എന്തുകൊണ്ടാണ് ശാപം കിട്ടിയത്? നിങ്ങളോടിപ്പോൾ ചോദിച്ചാൽ പക്ഷേ നിങ്ങൾക്കത് അറിയുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഭാഗവതം അധികം കേൾക്കാത്തത് കൊണ്ട്. എന്നാലും എന്തുകൊണ്ടാണ് അങ്ങനെ 7 ദിവസം കൊണ്ട് തക്ഷകം കടിച്ച് മരിക്കും എന്നുള്ള ശാപം കിട്ടിയത് എന്നുള്ളത് അറിയോ? ഒരു തവണ ഈ ഭാഗവതം കേട്ടിട്ടില്ല, അതുകൊണ്ട് അറിയുമോ എന്ന് ചോദിച്ചേ. മനസ്സിലായിണ്ടോ ഭാഗവതം കേട്ടിട്ട്? അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ശമീക മഹർഷിയുടെ പുത്രനാണ് ശപിച്ചത്. ശപിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ടത് കൊണ്ടാണ് ആ ശാപം കിട്ടിയത്. അപ്പോൾ എന്തിനാ ഈ ചത്ത പാമ്പിനെ എടുത്തിട്ടതെന്ന് ചോദിച്ചാൽ, ഈ രാജാവ് നായാട്ടിന് പോയി, കാട്ടിൽ പോയി. ഇദ്ദേഹത്തിന് അവിടെ വെച്ച് നല്ല ദാഹം തോന്നിയപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഋഷീശ്വരൻ്റെ അടുത്ത്, ഈ സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇത്തിരി വെള്ളം തരൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്താ ചെയ്യണേ? ഇദ്ദേഹം തപസ്സിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നവരുടെ ഒരവസ്ഥ ശരിക്കും പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെയുള്ള ഒരാൾക്കത് അറിയേണ്ടതാണ്. കാരണം അദ്ദേഹം മഹാഭാഗവതനാണ്. അദ്ദേഹം പിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭഗവാനെ കണ്ട ആളാണ്. ആ ഗർഭപാത്രത്തിൽ ഒരു പെരുവിരലിൻ്റെ അത്രയ്ക്ക് വലുപ്പത്തിൽ ശംഖുചക്രഗദാധാരിയായിട്ട് സംരക്ഷിക്കാൻ ചെന്ന ആളാണ്. കാരണം ആ ഒരു ഗർഭത്തിലേക്ക് വന്ന ആ അസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരാദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ കുറേ കഥകൾ ഭാഗവതം കുറേ കേട്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് തന്നെ ഇപ്പോൾ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ അശ്വത്ഥാമാവാണ് ആ ബ്രഹ്മാസ്ത്രം അയച്ചത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുച്ചൂടും നശിച്ചു പോട്ടെ പാണ്ഡവരെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഗർഭത്തിലുള്ള കുട്ടിക്കും അത് ബാധിച്ചു. അപ്പോൾ ഭഗവാനെ ചെന്നിട്ടാണ് കൃഷ്ണനെ ആശ്രയിച്ചത്. ബാക്കി ആരെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും മരിച്ചു പോണവരാണ്. അപ്പം മരണമില്ലാത്ത ഒരേ ഒരാൾ ഭഗവാനേ ഉള്ളൂ. അപ്പോൾ ഭഗവാനോടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവനവനെ രക്ഷിക്കാൻ പറ്റാത്ത, താനുണ്ണാത്ത ദേവർ ദാനം ചെയ്യുമോ എന്ന് ചോദിക്കുന്ന പോലെ അവനവനെ രക്ഷിക്കാൻ പറ്റാത്തവർ ഇപ്പോൾ ഇതിനെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ സ്വയം രക്ഷിക്കുന്നവനും സ്വയം സംരക്ഷകൻ, മറ്റുള്ളവരെ സംരക്ഷിക്കുന്നവൻ, അങ്ങനെ സർവ്വപ്രപഞ്ചത്തിനെ നോക്കണ ആളാരാ? ഭഗവാനാണ്. അപ്പോൾ ഭഗവാന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഭഗവാനെ ആശ്രയിച്ചു. അപ്പം അന്ന് ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കാൻ ഗർഭപാത്രത്തിൽ ഭഗവാൻ സംരക്ഷണം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ അപ്പോൾ വന്ന് ആ വെള്ളം കുടിക്കണം എന്നുള്ളൊരു അധികമായിട്ടുള്ള ആ വെള്ളത്തിനോടുള്ളൊരു വെള്ളം കുടിക്കണം എന്ന് തോന്നിയ ആ തോന്നല്, ആ വെള്ളത്തിന് അമിതമായ ദാഹം കൊണ്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ദേഷ്യം, അത് കിട്ടാണ്ടായപ്പോൾ ദേഷ്യം വന്നു. പറഞ്ഞു, ഇത് കള്ളത്തരം കാണിച്ചിരിക്കുക, ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല. കാരണം ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ ഈ ശരീരബോധമൊക്കെ വെടിഞ്ഞ് ഈ ലോകത്തു നിന്നൊക്കെ വേർപെട്ട് ഭഗവാൻ ലയിച്ച് ധ്യാനിച്ചിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ എന്തുണ്ടായാലും കേൾക്കില്ല, അറിയില്ല. കാരണം സ്വയം ബോധം കെട്ട് കിടക്കുന്ന ഒരാളെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അറിയും. സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് നമ്മൾ ബോധം കെട്ട് കിടക്കാന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്താലും അറിയോ? ഒന്നും അറിയില്ല. അപ്പോൾ അതിനേക്കാളും വലിയൊരു തീവ്രമായ ഒരവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. നമുക്ക് അറിയണ ഒരു കാര്യം വെച്ചിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കീറി മുറിക്കാനൊക്കെ ബോധം കെട്ടി കീറി മുറിക്കുന്നുണ്ട്. ഈ ശരീരം കീറി മുറിക്കുന്നുണ്ട്, നമ്മൾ വല്ലതും അറിയണ്ടോ? ഇല്ല. പിന്നെ ബോധം വരുമ്പോഴാണ് ആ വേദന അറിയണത്. അപ്പോൾ അതുപോലെ ഇദ്ദേഹം അറിഞ്ഞില്ല. അപ്പോൾ അത് കളവാന്നും പറഞ്ഞിട്ട് നോക്കി, ആ ദേഷ്യം കൊണ്ട് നോക്കിയപ്പോൾ പാമ്പ് ചത്ത് കിടക്കണുണ്ടോ, അതിനടുത്ത് കഴുത്തിൽ ഇട്ടിട്ട് ചത്ത പാമ്പിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിന് പ്രതീകമായിട്ട് ചത്ത പാമ്പിനെ അടുത്ത് കഴുത്തിലിട്ട് പോന്നു. ഇത് പുത്രൻ അറിഞ്ഞു. അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ രാജാവ് ഇങ്ങനെ പാമ്പിനെ കൊന്നിട്ട് ചത്ത പാമ്പിനെ ഇട്ടു. അപ്പോൾ അദ്ദേഹം 7 ദിവസം കൊണ്ട് തക്ഷകം കടിച്ച് മരിക്കട്ടെ എന്ന് ശപിച്ച വഴി ഈ മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. കാരണം ശാപം നമ്മൾ നോക്കിക്കോളൂ, നമ്മൾ എത്ര നാമം ജപിച്ച് ഇതൊക്കെയായി നമ്മുടെ ആത്മീയമായ തലത്തിൽ നമ്മൾ എത്ര ആയാലും ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കോപമോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ദേഷിക്കുക, കോപിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, അങ്ങനെ എന്തെങ്കിലും ഒരു വൈകാരിക ഭാഗ്യം ഉണ്ടായാൽ എത്ര നേടിയതൊക്കെ നശിച്ചു പോകും. അതാണ് ആ ധ്യാനാവസ്ഥയ്ക്ക് വരെ ഭംഗം വന്നു. കാരണം ശപിക്കാൻ പാടില്ല. അപ്പോൾ ചെയ്തത് തെറ്റായി, ഉണ്ണി ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു.
അച്ഛൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മോട് ചെയ്തു. ഉണ്ണി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ശാപം വലിക്കാണ്ടിരിക്കില്ല, പക്ഷേ ഈ വിവരം അദ്ദേഹത്തിനെ അറിയിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്നാണല്ലോ ക്ഷിപ്രകോപം എന്ന് പറയുന്നത്, പെട്ടെന്നതാണ്, ഒരു നിമിഷം കൊണ്ട് ആണ് നമുക്കിത് തോന്നണം. ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. എന്ത് കാര്യമായാലും അങ്ങനെയാണ്, വീണ്ടും വിചാരമില്ലാണ്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ തോന്നി വേണ്ടിയിരുന്നില്ല, കഷ്ടമായി, ഇനിയിപ്പോൾ എന്തായാലും ഒരു പരിഹാരം എന്ന് ചോദിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് വിവരം അറിയണത് മുനികുമാരൻ ശപിച്ചു ഇനി 7 ദിവസത്തോണ്ട് മരിക്കും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി, കാരണം ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടിയല്ലോ. അപ്പോൾ ഇനി 7 ദിവസം മുന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോൾ ഈ 7 ദിവസം പ്രായോപവേശം ചെയ്യുക. എന്നിട്ട് ഗംഗാതീരത്ത്, മോക്ഷത്തിൻ്റെ ഇതാണല്ലോ ഗംഗയുടെ തീരത്ത് ചെന്നിട്ട് അവിടെ ദർഭപ്പുല്ലൊക്കെ വിരിച്ച് തെക്കോട്ട് തിരിഞ്ഞിരുന്നത് മരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണ ആ ഒരവസരത്തിൽ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവിടെ അപ്പോൾ ധാരാളം പേര് ഋഷീശ്വരന്മാരൊക്കെ വന്നപ്പോഴാണ് അപ്പോഴാണ് ശ്രീ ശുഖബ്രഹ്മർഷി വരണതും ഈ കഥ പറഞ്ഞു കൊടുക്കണതും. ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പോയ, ഒരു തുള്ളി വെള്ളം കിട്ടാത്തതിന് ഇത്രയും ദേഷ്യപ്പെട്ട ഒരാൾ ഇപ്പോൾ നോക്കൂ, ഇത്ര ദിവസമായിട്ട് ഒന്നുമില്ല, കഴിക്കണില്ല, ഒന്നും കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ ഒരവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോൾ ആ വികാരങ്ങളെല്ലാം ആണ് നമ്മളെ നശിപ്പിക്കേണ്ടത്. അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടെല്ലാം ഭഗവാനിലേക്ക് തിരിച്ചപ്പോൾ മനസ്സ് ശാന്തമായപ്പോൾ, അപ്പോൾ പിന്നെ ശരീരബോധം ഇല്ലാണ്ടായപ്പോൾ പിന്നെ ഇവിടെ ഊണും ഉറക്കമൊന്നും വേണ്ട. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ട് നമ്മുടെ ശരീരബോധം ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ അനുഭവങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റാത്തത്, മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പം ഈശ്വരനെ അറിയാനും മനസ്സിലാക്കാനും പറ്റുക എന്നുണ്ടെങ്കിൽ അത് അത്രയും ഒരു പുണ്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാമജപവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ചെറിയ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരു വ്യക്തിയായിട്ട് ഒരു കാര്യത്തിന് ആകെ മനസ്സ് വിഷമിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഒരാളാവുമായിരിക്കും വന്ന് എന്തെങ്കിലും ഒന്ന് പറയും. ആ പറഞ്ഞ വാക്കിലുണ്ടാവും ചിലപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഉത്തരം. പക്ഷേ ആ വന്ന ആളെ നമ്മൾ അയലൊക്കത്തെ ഒരാൾ എന്നുള്ള നിലയ്ക്ക് കാണുന്നു, ഇദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണമില്ല വെച്ചാൽ മനസ്സിലാവില്ല. പക്ഷേ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഭഗവാനോട് ചേർന്നിരിക്കണ ഒരു മനസ്സ് ആണെങ്കിൽ നമുക്ക് ഇത് എനിക്കുള്ള ഉത്തരമാണല്ലോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഭഗവാൻ തന്നെ ബോധിപ്പിക്കണം, നമുക്ക് മനസ്സിലാവും. അതുതന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്. ആ വാചകം നോക്കൂ, വേഗം നടന്നോളൂ, ആദ്യം തന്നെ കയറിക്കോളൂ, ഞാൻ പിന്നാലെ ഉണ്ടെന്ന്. ആ ഗുരുവായൂരപ്പൻ പിന്നാലെ ഉള്ളതുകൊണ്ടാണ് ആരും ഒന്നും പറയാണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞത്. അതേസമയം 3:30 തൊട്ടിട്ട് 3:30 തൊട്ടിട്ട് 4:30 വരെ മുന്നിലെ നടയിലും പിന്നിലെ നടയിലും അപ്പുറത്തെ നടയിലും ഇപ്പുറത്തെ നടയിലും പല വിധത്തിൽ ഉള്ളിലേക്ക് കടക്കാൻ ഞങ്ങൾ ചോദിച്ചു പലരോടും. ഒരാളും ഞങ്ങളെ ആ നിയമം വിട്ടിട്ട് കടത്തി വിട്ടില്ല. ആ നിയമം വിട്ടിട്ട് ഒരാളും കടത്തില്ല. 4:30 കഴിയാണ്ട് കടത്തില്ല എന്ന് പറഞ്ഞാൽ കടത്തില്ല, അത് കൊടുത്ത് നിയമമാണ്. ഒരാളെയും കടത്തില്ല എന്ന് പറഞ്ഞു. അറിയണ ആൾക്കാരെ കൊണ്ട് ഇതുവരെ ഞാൻ അങ്ങനെ ഒരാളെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടൊരു കൊതിയുണ്ട്. ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇതൊക്കെ കാണിച്ചു തരണത്. അത് കഴിഞ്ഞിട്ട് ഇതും കൂടി അങ്ങോട്ട് കേൾക്കുമ്പോൾ, ഇതും കൂടി അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. പക്ഷെ അതെന്നാ കാണണം എന്നുള്ള മോഹം സാധിപ്പിക്കാണ്ടിരുന്നില്ല. അപ്പോൾ ഒക്കെ വേണ്ട നേരത്തൊക്കെ ഭഗവാൻ ചെയ്തു തരുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഭഗവാനേക്കാളും വലുതായിട്ട് ഓരോരുത്തരെ കണ്ട് റെക്കമെൻഡേഷന് പോയിപ്പോൾ അതൊന്നും അവിടെ നടന്നില്ല. ആരും റെക്കമെൻഡ് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ വിചാരിച്ചോടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തിനാ പറയണത്? ഈ വരയ്ക്കാൻ ആളെന്നെ മുന്നിൽ വന്നു, എന്നിട്ട് ഞങ്ങൾ പുറത്തേക്കണം ഞങ്ങളോട് സംസാരിച്ചു. എന്നിട്ട് പോലും അവരങ്ങോട്ട് കടത്തി വിട്ടില്ല. 4:30 കഴിയാണ്ട് കടത്തി വിടില്ല. അതുകൊണ്ട് അവസാനം അവരെന്ത് പറഞ്ഞു, നിങ്ങൾ വരുമ്പോഴേക്ക് ആവുള്ളൂ, വിളക്കൊക്കെ കൊളുത്തിയതാ. അതും പറഞ്ഞത് ഭഗവാൻ തന്നെയാണ്. വേറൊരാളിലൂടെ നമ്മളോട് പറഞ്ഞു തന്നു, ഇത് ഇങ്ങനെയാവുമ്പോഴേ ആവുള്ളൂ എന്ന്. അതും ഭഗവാൻ തന്നെ. അപ്പം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഓരോ അനുഭവങ്ങളെയും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും ആ തൊട്ടടുത്ത് നാമം അത്ര നേരം നാമം ജപിച്ച് നമ്മൾ ചെന്നപ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ആവിരാസിത് യഥാ പ്രാച്യം ദിശീന്ദുരിവ പുഷ്കല ആവിരാസീത് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ പോലെ ആ ശ്രീലകത്തുനിന്ന് മുന്നിലേക്ക് ഇങ്ങോട്ട് ഓടി വന്ന് നിന്നു.
അതെന്തുകൊണ്ടാണ്? നാമം ജപിച്ച് മനസ്സുകൊണ്ട് ഭഗവാനെ ചേർത്ത് പിടിച്ച് നാമം ജപിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അത് ഊഞ്ഞാലാടി രസിക്കണ കണ്ണനായിരുന്നു ഇന്നലെ, ഊഞ്ഞാൽ കണ്ണൻ. മറ്റത് ചിലപ്പോൾ കുമാരേട്ടനെയൊക്കെ ചിലപ്പോൾ കാണും അവിടെ വച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്താ കുമാരേട്ട അവിടെ അലങ്കാരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്നതാന്ന് പറഞ്ഞു തരും. എന്നിട്ട് പോയി നോക്കിയാലും കൂടി അതാണ് സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഇവർ മാറുമെന്നും പറഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് ഏതിലേ കടത്തി വിട്ടേന്ന് വിചാരിച്ചാൽ ആ നടയക്കോടെ എല്ലാം കടത്തി വിട്ടേ. ഇതിൻ്റെ ഇപ്പുറത്തേക്കോടെ അങ്ങോട്ട് ചെന്നു, ആ നമസ്കാര മണ്ഡപത്തിൻ്റെ ഇതിലേ കടത്തി വിട്ടു. എന്നിട്ട് പോലും ഇത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റി. ഇന്ന് രാവിലെ ഉള്ളിക്കോടെ തന്നെയാണ് കേട്ടോ വിട്ടത്. അപ്പോൾ കയ്യിൽ താമരയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഇന്നലെ വരച്ച കണ്ണൻ തന്നെയാണ് ഇന്ന് അവിടെ നിൽക്കണേ. അതെ, ഇന്ന് കാലത്ത് അവിടുന്ന് പോകുന്നു. ഇതിനു വേണ്ടി പോകുന്നതാണ്. കാരണം ഭഗവാൻ നമുക്കായിട്ടൊരവസരം തന്നു. പലതിനും വേണ്ടി നമ്മൾ പല വിധത്തിൽ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഭഗവാൻ നമുക്കായിട്ട് തന്നതാണ്. അതിനെ നമ്മൾ ഉപേക്ഷിച്ച് പല കാരണവും പറഞ്ഞ് പല സ്ഥലത്തും പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഈശ്വരൻ എന്തോ മുജ്ജന്മ സുഹൃതം കൊണ്ട് കർമ്മപ്രാരാബ്ധങ്ങൾ തീരാൻ ഈശ്വരനായിട്ട് ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതാണ്. അപ്പോൾ അത് ഈശ്വര പൂജയായിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതിനെ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആമുഖമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് നമ്മുടെ കഥാമതം തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ്. രാധേശ്യാം.